പച്ചപ്പും സാഹോദര്യത്തിന്റെ നിറമണവും മധുസ്മരണകളും ഉണർത്തുന്ന ഒരു സുന്ദര കാലമാണ്. ആർപ്പുവിളികളോടെ എതിരേൽക്കേണ്ട ഓണക്കാലത്ത് നിശബ്ദമായി വരവേൽക്കേണ്ട ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. ഓണം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരം തന്നെയാണ്. വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നാം എല്ലാം ഒന്നാണ് എന്ന ഐക്യമന്ത്രവുമായി ജീവിക്കാൻ ഓണം വഴിയൊരുക്കുന്നു. ഈ ഓൺലൈൻ ഓണാഘോഷത്തിലേക്ക് ബഹുമാനപ്പെട്ട ചെയർമാൻ അച്ഛനെയും പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും അനധ്യാപകരെയും പ്രിയപ്പെട്ട കൂട്ടുകാരെയും ക്ഷണിച്ചോളൂ. കാർമൽ സ്ഥാപനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും മേൽനോട്ടവും നൽകുന്ന ചെയർമാൻ റവറൻ ഫാദർ മാത്യു അരീക്കളം അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട കാർമൽ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. ഓണം സമൃദ്ധിയാണ്, സന്തോഷമാണ്, സമാധാനമാണ്. അത് സാമൂഹിക നന്മയാണ്. ഈ നന്മയും സമൃദ്ധിയും സന്തോഷവും സമാധാനവും സ്നേഹവുമെല്ലാം നമുക്ക് ലഭിക്കുന്ന വേളകളായി മാറട്ടെ ഈ ഓണാഘോഷത്തിന്റെ ദിനങ്ങൾ എന്ന് ആഗ്രഹിക്കുകയാണ്. അസമത്വത്തിന്റെ വലിയ നാളുകളിൽ കൂടിയാണ് ഞാൻ നിങ്ങളെ കടന്നു പോകുന്നത്. ഇന്ന് നമുക്ക് ഒരു സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത മഹാമാരിയുടെ കാലഘട്ടമാണ്. പക്ഷേ മനസ്സിന്റെ സമൃദ്ധി, മനസ്സിന്റെ സന്തോഷം അത് നഷ്ടപ്പെടാതിരിക്കുവാൻ നമുക്ക് വീണ്ടും മനസ്സുകൾ ചേർത്ത് വയ്ക്കാം. എല്ലാ ഉച്ചനീചത്വങ്ങളും മറന്ന്, എല്ലാ വ്യത്യാസങ്ങളും മറന്ന് നമുക്ക് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനങ്ങൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കുവാൻ ഈ ഓണത്തിൻ്റെ ദിവസങ്ങൾ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ചിട്ടയോടെയും ശാന്തതയോടെയും കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ ജോസിക്കുട്ടി ചാക്കോസി എന്ന്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട കാർമൽ കുടുംബാംഗങ്ങളെ, നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ലോകമെങ്ങുമുള്ള മലയാളികൾ ഒരുമിച്ച് കൂടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ഉത്സവം കൂടിയാണ്. ഒപ്പം അതൊരു വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും കാലം കൂടിയാണ്. ഈ ഒരുമിച്ച് കൂടലും കൂടിച്ചേരലും ആഘോഷങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷവും നമുക്കൊക്കെ ഒത്തിരി ഊർജവും പ്രദാനം ചെയ്യുന്നവയാണ്. പക്ഷെ നമുക്കറിയാം, പ്രളയത്തിന്റെയും മഹാമാരിയുടെയും പല ദുരിതങ്ങളും വ്യഥകളുമൊക്കെ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളും അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം, അവരെ ആശ്വസിപ്പിക്കാം, കഴിയാവുന്നതിലൊക്കെ നമുക്ക് അവരെ സഹായിക്കാം. അപ്പൊ അങ്ങനെ ഈ ഓണം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെതുമായ ഒരു ഓണമായി തീരട്ടെ. അതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആ സന്തോഷം
നമ്മുടെ ജീവിതത്തിലും ഹൃദയത്തിലുമൊക്കെ നിറയട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന, കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന, നമ്മുടെ എല്ലാ പരിപാടികളും ഉന്നത വിജയത്തിലേക്ക് നയിക്കുന്ന വിൽസൺ സാറിന് എത്ര ബഹുമാനത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഈശ്വരന്റെ അവതാരമായ വാമനൻ മഹാനുഭാവനായ മഹാബലിയോട് ആവശ്യപ്പെട്ടത് 3 അടി മണ്ണാണ് എന്നാണ് ഐതിഹ്യം. അക്ഷരാർത്ഥത്തിൽ ഈശ്വരൻ ആവശ്യപ്പെട്ടത് മഹാബലിയെ തന്നെയാണ്, മഹാബലിയുടെ സമർപ്പണം. ഈ ഒരു സന്ദേശം തന്നെയാണ് ഈ കാലഘട്ടത്തിനും ആവശ്യം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സമസ്ത മേഖലകളിലും ഒരു പൂർണ്ണ സമർപ്പണം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു. A complete commitment. Wish you all a very happy Onam. क्या हुआ तेरा वादा, वो कसम, वो इरादा, भूलेगा दिल जिस दिन तुम्हें, वो दिल जिंदगी का आखिरी दिल होगा. क्या हुआ तेरा वादा, वो कसम, वो इरादा. याद है मुझको तुमने कहा था, तुमसे नहीं रूठेंगे कभी. दिल की तरह से हाथ मिले हैं, कैसे भला छूटेंगे कभी. तेरी बाहों में बीती हर शाम, बेवफा है भी क्या याद नहीं. क्या हुआ तेरा वादा, वो कसम, वो इरादा, भूलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा. क्या हुआ तेरा वादा, वो कसम, वो इरादा. നമ്മുടെ സ്റ്റുഡന്റ് കൗൺസിൽ കൺവീനർ ജെയ്ജിൻ ബ്രദറിന്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ കാര്യക്ഷമതയും സഹകരണ രീതിയുമാണ്. അദ്ദേഹത്തിന് പറയാനുള്ള വാക്കുകൾ കൂടി നമുക്ക് കാതോർക്കാം. എത്രയും പ്രിയ ബഹുമാനപ്പെട്ട ചെയർമാൻ അച്ഛ, പ്രിൻസിപ്പൽ അച്ഛ, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യവുമായാണ് ഈ വർഷത്തെ അവസാന വർഷ വിദ്യാർത്ഥികൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, 4 കൊല്ലം പോളിടെക്നിക്കിൽ ഓണം ആഘോഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ഒത്തിരിയേറെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. കോവിഡിന്റെ ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് എങ്കിലും ഈ ഒരു കൊല്ലത്തെ ഓണാഘോഷം മതി ഏറെ സന്തോഷിക്കുവാൻ. അതിന് ഞങ്ങൾക്ക് അവസരം നൽകിയ മാനേജ്മെന്റിനോടും അധ്യാപകരോടും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഓണത്തെപ്പറ്റി, ഓണാഘോഷത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് എല്ലാവരെയും പോലെ തന്നെ മാവേലിയുടെയും വാമനന്റെയും ജീവിതകഥയാണ്. മാവേലി നമ്മെ പഠിപ്പിച്ചു തരുന്നത് പങ്കുവയ്ക്കലിന്റെ, പകർന്നു കൊടുക്കലിന്റെ നല്ലൊരു കഥയാണ്. തനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ എടുത്തുകൊള്ളുവാൻ പറഞ്ഞ ഉദാര മനസ്കതയുടെ കഥയാണ്. ആകാശവും ഭൂമിയും ഒക്കെ അളന്നു കഴിഞ്ഞ് അവസാനത്തെ അടി വയ്ക്കുവാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഇതാ എന്റെ ശിരസ് എന്ന് പറഞ്ഞ പങ്കുവയ്ക്കലിന്റെ മനസ്സ് നാം കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. ഇന്നിന്റെ ഈ കോവിഡ് മഹാമാരി ആഞ്ഞടിക്കുമ്പോൾ തകർന്നു പോയ ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഓണസദ്യ പോയിട്ട് ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം കിട്ടിയാൽ ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്ന ഒത്തിരിയേറെ പേർ. നമുക്കുള്ളത് അവരുമായി പങ്കുവയ്ക്കുവാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ സ്നേഹമുള്ള പൊന്നോണം. ഏവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി നമ്മുടെ അലൂമിനി മെമ്പറായ മിസ്റ്റർ വിവേകാനന്ദൻ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് വിവേകാനന്ദൻ. 77-80 ബാച്ചിൽ മെക്കാനിക്കൽ ബ്രാഞ്ചിലുണ്ടായിരുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 29 വർഷത്തോളമായി ഞാൻ മസ്കറ്റിലാണ്, പ്രവാസിയാണ്. ഒരു പ്രവാസി മലയാളിക്ക് ഓണവും നാടുമൊക്കെ എന്തുമാത്രം ഗൃഹാതുരത്വം ഉളവാക്കുന്ന ഒന്നാണോ അതുപോലെയാണ് അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ ഞങ്ങളെ സംബന്ധിച്ചോളം കാർമലിനെ കുറിച്ചുള്ള ഓർമ്മ. അന്നത്തെ അവിടുത്തെ അധ്യയന അന്തരീക്ഷം, അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയുള്ള അധ്യാപകർ, ഇതെല്ലാം തികച്ചും അന്നത്തെ മറ്റു വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായിരുന്നു. പ്രത്യേകിച്ചും അന്നത്തെ സമാരാധ്യനായ ചെയർമാൻ ഫാദർ ഗിൽബർട്ട് തൻ്റെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാവുന്ന ഏറ്റവും ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. ഓണം എന്ന് കേൾക്കുമ്പോൾ ഒരു മലയാളിയുടെ മനസ്സിൽ ആദ്യം വരുന്നത് മഹാബലിയാണെങ്കിൽ, അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് കാർമൽ എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരിക അന്നത്തെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ശ്രീ ബാലൻ സാറിൻ്റെ മുഖമാണ്. ബാലൻ സാറിനെ പോലെ ഇത്രയ്ക്ക് ആജ്ഞാശക്തിയും ഓർമ്മശക്തിയും കാര്യക്ഷമതയുമുള്ള മറ്റൊരു വ്യക്തിയെ ഞാൻ അതിനു മുമ്പോ അതിന് ശേഷമോ കണ്ടിട്ടില്ല. അന്ന് ഞങ്ങൾ പഠിച്ചിരുന്നപ്പോൾ കാർമലിൽ ഓണാഘോഷം നടത്തിയിരുന്നതായിട്ട് ഓർമ്മയില്ല. അന്നത്തെ ഓണം മുഖ്യമായും ഗ്രാമങ്ങളിലെ വായനശാലയും ക്ലബ്ബുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരുന്നു. എൻ്റെ ഓർമ്മയിലെ ഓണം ഇന്നും പഴയ കാലത്ത് തുമ്പിതുള്ളലും ഊഞ്ഞാലാട്ടവും ഓണക്കളികളൊക്കെ നിറഞ്ഞതാണ്. കാരണം നാട് വിട്ടതിന് ശേഷമുള്ള 28 വർഷവും ഓണത്തിന് എനിക്ക് നാട്ടിലുണ്ടാകാൻ പറ്റിയിട്ടില്ല. അഥവാ ഞാൻ മിസ് ചെയ്യുന്ന 29ാമത്തെ ഓണമാണ് കടന്നു വരുന്നത്. ഇത്രയും പേരും പെരുമയും പ്രശസ്തിയുള്ള കാർമൽ കുടുംബത്തിൽ അംഗമാകാൻ പറ്റിയത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ജീവിതത്തിൽ എന്നത്തേക്കും കിട്ടാവുന്ന ഒരു ഓണ സമ്മാനമായിട്ട് തന്നെ കരുതാം. അപ്പോൾ ഈ ഓണം നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന മധുരതരമായ അനുഭവങ്ങൾ നിറഞ്ഞാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഈ ഓണത്തിന് കാർമലിനെ പറ്റി അനുസ്മരിക്കാൻ ഒരവസരം കിട്ടിയതിന് സന്തോഷിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓണം ആഘോഷിക്കുന്നത് ഒരു ജനതയുടെ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും നമ്മൾ ആഘോഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ഓണാഘോഷത്തെ പറ്റിയുള്ള ഒരു ഓർമ്മയാണ് എൻ്റെ ഓണാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം, അതിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം. ബാല്യകാലത്ത് ഓണം എന്ന് പറയുന്നതിനെ പറ്റി ഓർമ്മയിൽ ഉള്ളത് പുതു വസ്ത്രങ്ങൾ, കൂടി ഉടുപ്പുകൾ, കൂടാതെ പലതരം പായസങ്ങൾ, സദ്യ, ഇതൊക്കെയും ഓർമ്മയുള്ളൂ. കൗമാരകാലമായപ്പോഴേക്കും കുറേ കൂടി ഊഷ്മളമായ ചില ഓർമ്മകളൊക്കെ ഉണ്ട്. അന്ന് ഓണാഘോഷത്തിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളുടെ സ്കൂളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടുകളിൽ മുതിർന്നവരുടെ പലതരം കളികൾ, മത്സരങ്ങൾ, പ്രധാനമായും നാടൻ പന്ത് കളിയും വോളിബോൾ കളിയുടെയും മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിലന്ന് ഈ വലിയ
ഇന്നത്തെ പോലെയുള്ള വലിയ തരത്തിലുള്ള അത്തപ്പൂക്കളമിടിയിലൊന്നും വലിയ കാര്യമില്ലായിരുന്നു. ഊഞ്ഞാല് കെട്ടലും മറ്റുമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓർക്കുന്നത്, എൻ്റെ ആദ്യമായി ഞാൻ കാണുന്നത് ഒരു വായനശാലയോട് അനുബന്ധിച്ച് നടന്നൊരു ഓണാഘോഷത്തിന് സ്ത്രീകളുടെ തിരുവാതിര കളിയും അങ്ങനെയുള്ള ചില ആഘോഷങ്ങളൊക്കെ നടന്നതാണ് ആദ്യമായിട്ട്. അത് എനിക്ക് തോന്നുന്നു 50കളുടെ ആദ്യകാലങ്ങളിൽ, എനിക്ക് 10-12 കാലത്ത്. പിന്നെ അങ്ങനെ ആ ഓർമ്മകളുണ്ട്. പ്രധാനമായും ഓർമ്മ ഉള്ളത് എന്നെ സംബന്ധിച്ചില്ല, അല്ലെങ്കിൽ ആ അന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ആ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കുറച്ച് ഫ്രീ ആയിട്ടൊരു അവധിക്കാലമായിരുന്നത്. മറ്റവധിക്കാലത്ത് കിട്ടാത്തതിനേക്കാൾ കൂടുതൽ ഫ്രീഡം ഉണ്ടായിരുന്നു. സൈക്കിൾ ചവിട്ടി അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് സൈക്കിൾ ചവിട്ടി 8-10 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് വരെ പോകാനുള്ള ഒരു അനുവാദം. അല്ലാത്ത സമയത്തൊന്നും സൈക്കിളിൽ ദൂരെ പോകാൻ അനുവാദമില്ലായിരുന്നു. അപ്പോൾ 8-10 പേര് കൂടി ഒന്നിച്ചുള്ള സൈക്കിൾ യാത്ര, ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷത്തിൻ്റെ ആ പ്രളയഭാവം കഴിഞ്ഞ് നദികളും ചെറിയ തോടുകളാണെങ്കിലും മിതമായി ഒഴുകുന്ന സമയത്ത് നല്ല കുളി, വെള്ളത്തിൽ ചാടിയുള്ള കുളി, ഇതൊക്കെയായിരുന്നു അന്നത്തെ വലിയ ഓർമ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. ശ്യാമവാനിലേതോ കണി കൊണ്ട പൂത്തു, ഗ്രാമ കന്യ കണ്ടുണർന്നു. ചിത്രചിത്രലാംഗികൾ പത്മതാലമേന്തി നിന്നു. കുയിലുകൾ പാടിയോ കുരുവികൾ കൂടിയോ, കുയിലുകൾ പാടിയോ കുരുവികൾ കൂടിയോ, കുരവകളിൽ തെളിഞ്ഞുവോ പഞ്ചവാദ്യമേ. ശ്യാമവാനിലേതോ കണി കൊണ്ട പൂത്തു, സുമവല്ലിപ്പൂവിരുന്നു. പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നു.
കണ്ടുണർന്നു പൂത്താരം കതിരോന്റെ പൊന്നുകോലം പൂത്താരം കതിരോന്റെ പൊന്നുകോലം കണ്ടു കൊതി പൂണ്ടോ ഗജരാജേകജാലം ശ്യാമവാനിലേതോ പണി കൊന്ന പൂത്തു സന്നവല്ലി പൂവുതിർന്നു ഗ്രാമ കന്യ കണ്ടുണർന്നു അനിതര സാധാരണമായൊരു പൊന്നോണക്കാലത്തെ ഒത്തുകൂടി വരവേൽക്കുവാൻ നാം ഒരുങ്ങുകയാണ്. ഓണോത്സവ ആഘോഷങ്ങളെ വരവേൽക്കുവാൻ മലയാള നാട് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണത്തിൻ്റെ കാര്യമെടുത്താൽ കേരളത്തിലെ മറ്റ് ഏതൊരു ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഉത്സവം. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവില്ലാതെ, ജാതിമത ഭേദമില്ലാതെ കേരളക്കര മുഴുവൻ മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഉത്സവമാണിത്. വിവിധങ്ങളായ ആചാരങ്ങളും വൈവിധ്യമാർന്ന ആഘോഷങ്ങളും ഒന്നുചേരുമ്പോഴാണ് ഓണാഘോഷം പൂർണ്ണമാകുന്നത്. ഓരോ തിരുവോണവും മലയാളിയെ സംബന്ധിച്ച് അടുത്ത വർഷത്തെ ഓണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ തുടക്കവുമാണ്. മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഓണം എന്തുകൊണ്ട് ഇത്തരത്തിൽ എല്ലാവരുടെയും മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നായി മാറി എന്ന വസ്തുത നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ വർഷം കോവിഡ് നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞുവെങ്കിലും നാം പ്രതീക്ഷയിലായിരുന്നു, അതിജീവനത്തിൻ്റെ പാതയിലായിരുന്നു. എന്നാൽ ഇത്തവണയും മലയാളികൾക്ക് ഓണനാളുകൾ അത്ര ആഘോഷഭരിതമല്ല. 2020 കഴിഞ്ഞാൽ 2021 നമുക്ക് ഓണമുണ്ടല്ലോ. പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് വളരെ കാര്യമായിട്ട് തന്നെ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നമുക്ക് കോവിഡ് മഹാമാരി വീണ്ടും വെല്ലുവിളികൾ ഉയർത്തിയിരിക്കുകയാണ്. പക്ഷേ മലയാളിയെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ഓൺലൈനായിട്ട് 1.5 വർഷം പിന്നിടുകയാണ്. കൊറോണ കാലത്ത് എത്തിയ ഈ ഓണം, COVID-19 ഭീതിക്കിടയിലെ ഓണം, വീടുകളിൽ ഒതുങ്ങിയ ഓണം, ഓണവിനോദങ്ങളും ഓണക്കളികളും ഒന്നുമില്ല. അടുത്ത വർഷമെങ്കിലും ഈ വൈറസ് ഭീതിയിൽ നിന്ന് മുക്തരായി പഴയ ആർഭാടത്തോടെ ഓണം എന്ന പ്രതീക്ഷയാണ് എല്ലാ മലയാളിയിലും ഉള്ളത്. ഓണാഘോഷങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കേമമാക്കാൻ നാടൊരുങ്ങി കഴിഞ്ഞു. ഒത്തുകൂടാൻ പറ്റുന്നില്ല, ഇതൊരു സങ്കടം തന്നെയാണ്. പക്ഷേ ഇന്ന് മാസ്ക് വെച്ച് അടുത്ത വീടുകളിൽ പോലും സന്തോഷത്തോടെ കടന്നു ചെല്ലാൻ നമുക്ക് പറ്റില്ലല്ലോ. ഓണപരീക്ഷയും ഓണാവധിയും എല്ലാം തന്നെ ഒരു പഴങ്കഥയായിരിക്കുന്നു. ഓർക്കാൻ തന്നെ ഒരു രസം തോന്നും. അടച്ചിരിപ്പിന്റെ നാളുകൾ പങ്കുവെക്കാനും പരസ്പരം മിണ്ടാനുമൊക്കെ നമുക്ക് കൊതിയുണ്ട്. ഓണക്കളികളിലെല്ലാം തന്നെ അക്കാലത്ത് വേണ്ടി മാത്രമുള്ളവയാണെന്ന് തോന്നുന്നു. എരിയും പുളിയും മധുരം എല്ലാം ഒത്തിണങ്ങിയ നിറച്ചാർത്ത് അതല്ലേ ഓണസദ്യ. നമ്മുടെ കോളേജിന്റെ പടി ചവിട്ടിയിട്ട് എത്ര നാളുകൾ. നമ്മുടെ ഗുരുനാഥന്മാരെ ഒന്ന് നേരിട്ട് കാണാൻ അവർക്കൊരു ഓണാശംസ നേരം പ്രോജക്റ്റുകളും അസൈൻമെന്റുകളും താൽക്കാലികമായി ഒന്ന് മാറ്റിവെച്ച് ഒന്ന് ഉല്ലസിക്കുവാൻ ഈ വർഷവും നമ്മെ അനുവദിക്കുന്നില്ല. വർഷമെങ്കിലും എല്ലാം മാറി പഴയ രീതിയിൽ ഓണം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മലയാളി. പ്രതീക്ഷയിൽ നാം ഒരു ഓണക്കാലം കൂടി വരവേൽക്കുകയാണ്. ഈ വർഷം കോളേജിലേക്ക് പുതുതായി കടന്നു വന്ന എൻ്റെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു പുതുമ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കോളേജിൽ നിന്നും പടിയിറങ്ങുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഗുരുപൂതർക്കും കോളേജിലുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുന്നു. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ കഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണത്തിക്കിളി നിന്നെ പുലുകാനായി കൊതിയൂറും മാറിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ കഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണത്തിക്കിളി നിന്നെ
പുൽകാനായി കൊതിയൂറും മാറിക്കാറും. പൂവിളിയേക്കും ചിങ്ങനിലാവിൻ വൃന്ദാവൻ ഓണമേ വരുന്നില്ലേ നീ തിരുവോണ സാക്കിയൊടുക്കും കോടിയൊടുത്തു തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ ഇരുത്തത്തൊരു കോണിൽ കൊന്ന മുന്നേ ചെയ്യാലേ പൂച്ചൊരിയൂരി പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നി തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണത്തിക്കിളിയെ നിന്നി പുൽകാനായി കൊതിയൂറും മാറിക്കാറും. കുയിൽപ്പാട്ടിൻ ശ്രുതി ചേർത്തു കുയിൽ പാടും വൃന്ദാവനിൽ പൂനുള്ളുവാൻ വരോണമേ. ഓടപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണത്തിക്കിളി നിന്നെ പുലുകാനായി കൊതിയൂറും മാറിക്കാറും. ഓടപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ പുലുകാനായി കൊതിയൂറും മാറിക്കാറും. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണത്തിക്കിളി നിന്നെ പുലുകാനായി കൊതിയൂറും മാറിക്കാറും. പ്രത്യേകമായി നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ ചെയർമാനായ ഫാദർ മാത്യു അരക്കൽ അച്ഛനും നമ്മുടെ പ്രിൻസിപ്പലായ ഫാദർ ജോസൂട്ടി ചാക്കോ അച്ഛനുമാണ്. അതുപോലെ തന്നെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങൾക്കും കോളേജിൻ്റെയും സ്റ്റുഡൻസ് കൗൺസിലിൻ്റെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.